ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൊണ്ട് തെളിവെടുപ്പ് തുടരുന്നു. കേസിലെ 4ാം പ്രതിയായ പ്യൂൺ അബ്ദുൽ നാസറിനെ പ്രതി ജോലി ചെയ്ത സ്കൂളിലെത്തിച്ച് തെളിവെടുത്തു. സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലൂടെ അയച്ചു നൽകിയത്. വിപിൻ സി വിജയൻ മലപ്പുറത്തും ചെയ്തു. വിപിൻ, ചോർച്ചയിൽ ഇനി എന്തൊക്കെ കണ്ടെത്താനുണ്ട്? പ്രധാനമായും ഈ പ്യൂണ് അയാൾ ഇത്തരത്തിൽ സ്കൂളിലെ ചോദ്യപേപ്പർ ഫോണിൽ ഫോട്ടോ എടുക്കുന്നു, വാട്സാപ്പ് വഴി MS സൊല്യൂഷൻസിലെ അധ്യാപകൻ അയച്ചു കൊടുക്കുന്നു. ഇങ്ങനെയാണ് ചോർച്ചയുടെ തുടക്കം. എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് സ്കൂളിലെത്തി തേടിയത്? തെളിവെടുപ്പിന്റെ വിശദാംശം. സുഹൈൽ, 12 മണിയോടുകൂടിയാണ് ഇന്നിപ്പോൾ ഈ തെളിവെടുപ്പ് നടന്നിരിക്കുന്നത്. ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ 4ാം പ്രതിയായിട്ടുള്ള അബ്ദുൽ നാസറിനെ കൊണ്ടുവന്നിട്ടുള്ള തെളിവെടുപ്പ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മേൽമുറിയിലെ അൺഎയ്ഡഡ് സ്കൂളിലെത്തി ഈ പരിശോധന നടത്തിയത്. ഇവിടെ പ്യൂണായിട്ടായിരുന്നു അബ്ദുൽ നാസർ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ പ്യൂണായിരുന്ന സമയത്ത് ക്രിസ്മസ് പരീക്ഷയുടെ +1 സയൻസ് വിഷയങ്ങളുടെ ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് MS സൊല്യൂഷനിലുള്ള ഫഹദ് എന്നുള്ള ഒരു അധ്യാപകൻ വഴി അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പരാതി. അപ്പോൾ അത് ഈ സയൻസ് വിഷയങ്ങൾ മാത്രമാണോ, അതല്ല ഇതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് ചോദ്യപേപ്പറുകൾ ചോർത്തിയിരുന്നു എന്നുള്ളത് ചോദ്യം ചെയ്യലിൽ തന്നെ അബ്ദുൽ നാസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏത് കാലം മുതലുണ്ട്, എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം, ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, അതോ അബ്ദുൽ നാസർ മാത്രമാണോ ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ ഇവിടെ പ്രവർത്തിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പരിശോധിച്ചത്. അതിൻ്റെ തെളിവ് ശേഖരണവും അതിൻ്റെ രേഖകളുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നാളത്തോടു കൂടി ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അപ്പോൾ MS സൊല്യൂഷൻ്റെ CEO ആയിട്ടുള്ള സുഹൈബിനെയും അബ്ദുൽ നാസറിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലും ഇതിനോടകം തന്നെ ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. പരമാവധി തെളിവുകൾ ഇതിൽ ശേഖരിക്കുക എന്നുള്ളതാണ്. ഒപ്പം +1 സയൻസ് വിഷയങ്ങളുടെ പേപ്പറുകളാണ് ചോർന്നതെങ്കിൽ SLCയുടെ ചോദ്യപേപ്പർ എവിടെ നിന്നായിരുന്നു MS സൊല്യൂഷന് ലഭിച്ചത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിക്കുള്ള ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട്. അത് എവിടെ നിന്ന് ചോർന്നു, മറ്റ് വിഷയങ്ങളുടെ വിവരങ്ങൾ എവിടെ നിന്ന് ലഭിച്ചു എന്നത് കൂടി ഇന്നത്തെ ഇപ്പോൾ ഈ തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിൽ വരുന്നുണ്ട്. സുഹൈൽ, ചോർച്ചയിൽ ഇനിയും അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, ചോർച്ചയ്ക്ക് ഇനിയും ഉറവിടമുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമത്തിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്.